ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു ഭുന ചിക്കൻ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, കണ്ണനാണ്. അപ്പോൾ എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് സോയാ സോസ് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ആ സോയാ സോസിനകത്ത് കുറച്ച് ഉപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം ഇത് ഓയിലിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി. അതിനുശേഷം അതേ സെയിം ഓയിലിനകത്തോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 3 മീഡിയം സൈസ് സവോളയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഉണ്ടല്ലോ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പൊടിച്ച മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. അത് ഇച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേവിക്കാം കേട്ടോ. ആ സമയത്തിനുള്ളിൽ നമുക്കൊരു ചെറിയൊരു ചീനിച്ചട്ടി എടുത്തിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, ചൂടാറിയതിന് ശേഷം. എന്നിട്ട് ചിക്കൻ ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചൂടാക്കി പൊടിച്ച കസൂരി മേത്തി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം കട്ടയെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന ഒരു 100 ഗ്രാം തൈര് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതും ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യണേ. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ഭുന ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.